ഈ ചിലരിങ്ങനെ പറയുന്ന കേട്ടു, ഈ ട്രംപും മോദിയും തമ്മിൽ പിണങ്ങിയതിന് ശേഷമാണ് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് പീഡനകഥ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ചിലർ ഈ ക്രിസ്ത്യാനികൾ, സായിപ്പിൻ്റെ മതം, ട്രംപ്, ബെഞ്ചമിൻ നെതന്യാഹു ഇവരൊക്കെയാണ് ക്രിസ്ത്യാനികൾക്ക് ഇവിടുത്തെ പ്രൊട്ടക്ഷൻ. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വരെ ക്രിസ്ത്യാനികളെല്ലാം തൊട്ട് കഴിഞ്ഞാൽ അവരിടപെടും. ഇസ്രായേലും മറ്റവരും ഉണ്ടായിരിക്കില്ല. ആരിടപെട്ടു, എന്നിടപെട്ടു, ഇതൊക്കെ വേറെ ചുമ്മാ. ഇവിടെ ചില ഈ റിലീഫ് എന്നൊക്കെ പറഞ്ഞ് ഈ പേഴ്സിക്യൂഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യയിൽ പലരും ഈ ക്രിസ്ത്യാനികളെ സഹായിക്കുന്ന നിലകളിലൊക്കെ വെളിപ്പെട്ട് വരാറുണ്ട്. ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ അമേരിക്കൻ വൈറ്റ് ഹൗസിൽ പോയി അവിടെ ഇടപെട്ടു, അങ്ങനെ ഇടപെട്ടു, ഇങ്ങനെ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ്, വാസ്തവം പറഞ്ഞ ഇപ്പം മാർക്കറ്റ് ചെയ്ത് കഷ്ടതയെ വരെ, പീഡനത്തെ വരെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൂടെ മാർക്കറ്റ് ചെയ്യാൻ എന്താ പറയാ. അപ്പോസ്തലന്മാരൊക്കെ അടികൊണ്ട് ചാകാറായി കിടന്നപ്പോൾ ആ മുറിവോടുകൂടെ മസാജ് സെൻ്ററിലേക്കോ സെൽഫി എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പോയില്ല. അവരടുത്ത ഗ്രാമത്തിൽ പോയി വചനം പ്രസംഗിച്ചു. ഇപ്പം എല്ലാം യേശുവിനെ അത്ഭുത രോഗശാന്തി, ഭൂതശാന്തി, അനുഗ്രഹം, ഫയർ, പ്രോസ്പെരിറ്റി, ഇതൊക്കെ എല്ലാം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം കഷ്ടതയും പീഡനം, ഉപദ്രവം, അതിൻ്റെ ഇടയിൽ കൂടെ മാർക്കറ്റ് ചെയ്ത് സഹായഹസ്തങ്ങൾ, റിലീഫ് എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുന്നവരൊക്കെ ഇന്ത്യയിലുടനീളം ഇങ്ങനെ അതൊരു പ്രൊഫഷനാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പറയുക അല്ലേ. പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, ഞാനൊരു വെളിപ്പാട് കണ്ടുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. അവൻ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് അവൻ കേട്ട ശബ്ദം, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. പൗലോസ് ഉപദ്രവിച്ചത് യേശുവിനെ അല്ല, പൗലോസ് ഉപദ്രവിച്ചത് സഭയെയാണ്, ദൈവമക്കളെയാണ്, ക്രിസ്ത്യാനികളെയാണ്. അപ്പോൾ അവൻ കേട്ട ശബ്ദം, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. അപ്പോൾ സഭയെ ഉപദ്രവിച്ചപ്പോൾ നൊന്തത് യേശുവിനാണ്. സഭ ശരീരത്തെ തൊട്ടപ്പോൾ ക്രിസ്തു തലയ്ക്ക് നൊന്തു. അപ്പോൾ തലയും ശരീരവും രണ്ടല്ല, ഒന്നാണ്. വിട്ടുപിരിയാൻ പറ്റാത്ത ഇഴുകിച്ചേർന്ന ഒരു ഏകീഭാവ ചലനമാണ് ഒരു ഭക്തൻ്റെ ഈ ക്രൈസ്തവ ജീവിതം. ആത്മാവും തമ്മിലുള്ള, തലയും ശരീരവും എങ്ങനെ യുക്തമായി, ബൈബിള ഭാഷയിൽ നാഡീ ഞരമ്പുകളോടുകൂടെ ചേർന്ന് അങ്ങനെ ചലിക്കുന്ന ഒരു ചലനം. ഞാൻ വേറെ, നീ വേറല്ല, നാം ഇരുവരും ഒരുവരാണ് എന്നൊരു തമിഴ് പാട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിവ്യമായ കോൺഫിഡൻസ്, അത് അറിവോ ഒരു ഗ്രാഹ്യമോ അല്ല, അതൊരു പ്രായോഗിക ഒരു അനുഭവമായി നെഞ്ചിലേറ്റി, ചുമലിലേറ്റി, അത് ചൂടടയാളമായി, അത് പത്രമായി, അത് ഇഴുകിച്ചേരലായി, വചനം ജഡമാകുന്നത് പോലെ ആ വചനം, അക്ഷരമാലകൾ, ആ വചനങ്ങൾ, വാക്കുകൾ നമ്മൾ ദേഹരൂപമെടുക്കുന്ന ആ ഒരു ദിവ്യമായ ഒരു ചലനം ചലിക്കുന്ന ഒരു ഭക്തൻ, അവനാണ് ജയാളി. ആ ഭക്തന്മാരുടെ മുമ്പിൽ അവന് ഏത് ട്രംപ്, അവനേത് നെതന്യാഹു, അവനേത് മരണം, ഏത് വാള്, ഏത് നിയമം, ഏത് കള്ളക്കേസ്, ജയിലിനകത്ത് കിടന്നപ്പോഴും സന്തോഷിക്കാൻ ഒരു വകയില്ലായിരുന്നപ്പോഴും സന്തോഷിക്കാൻ വകയുള്ളവരുടെ അടുക്കലാണ് അവൻ പറയുന്നത്, നിങ്ങളെപ്പോഴും സന്തോഷിപ്പിക്കും. ട്രംപും നെതന്യാഹുവും സായിപ്പും പർവ്വതവും കുന്നും ഒക്കെ നീങ്ങിപ്പോകും, എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ദൈവത്തിൻ്റെ ഫേവർ, ആ കരുണ, ആ കൃപ, ആ ഒരു കൂട്ടായ്മ, അതിലൂടെയുള്ള ഒരു പ്രാഗൽഭ്യം അകത്ത് അനുഭവേദ്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ അവൻ ഒറ്റയ്ക്കായിരുന്ന ലോകം മുഴുവനും വന്നാലും, ദാവീദേ, നിന്റെ ഭാഗത്തായിരിക്കും ജയമുള്ളത്. അതുകൊണ്ടാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ, ഈ ബോധ്യമുള്ളവർ, ക്രിസ്തീയ മതത്തിലുള്ളവരല്ല, ആ മാർഗം തിരിച്ചറിഞ്ഞവർ, മധുരിച്ച് തിരിച്ചറിഞ്ഞവർ, അവരെങ്ങനെ എന്തിൻ്റെ ഭൂരിപക്ഷം, ഏത് നിയമം, ഏത് ജയിലറ, ഏത് ഈർച്ചവാള് എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊറോണ സമയത്തൊക്കെ നിങ്ങളുടെ ഈ ഒരു വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളോ പള്ളി പൊളിക്കലോ ഒന്നുമില്ലായിരുന്നു.
അന്ന് നിങ്ങളുടെ കാല് തറയിലല്ലായിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കാല് തറയിൽ വന്നപ്പോൾ വീണ്ടും തുടങ്ങി. അപ്പം കാല് അന്തരീക്ഷത്തിൽ ആയ സമയമുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ നിന്നങ്ങ് അങ്ങ് പോയിട്ട് ഇനി പുതിയ പാഠം പഠിക്കുന്നതിന് മുമ്പ് നിലനിൽപ്പിനെ കുറിയൊക്കെ ഒന്ന് മനസ്സിലാക്കി താൽക്കാലികം എന്നൊരു ബോധ്യമുണ്ടായിരിക്കണം. എന്തെങ്കിലും നിനക്കൊരു ഉപകാരമുണ്ടെങ്കിൽ നീൻ്റെ ഉള്ളത്തിൽ ഉള്ള ആ ദൈവത്തെക്കുറിച്ചുള്ള നിനക്കുണ്ടായിരിക്കുന്ന ആ ബോധ്യം, ആ തിരിച്ചറിവാണ്. അതാണ് യേശുവിനെ കുറിച്ച് പറയുന്നവൻ മുമ്പിലിരുന്ന് സന്തോഷമോർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. നമ്മുടെ മുമ്പിൽ ഒരു സന്തോഷം, എന്നെ അവർ രക്ഷിക്കാൻ വരും, ഇവർ രക്ഷിക്കാൻ വരും, അവരവിടെ നിന്നുണ്ടാകും എന്നല്ല, മുമ്പിലിരുന്ന സന്തോഷം. ഗത്സമന മുതൽ ഗൊൽഗോത്ത വരെ വീണ്ടും എഴുന്നേറ്റും യേശു യാത്ര ചെയ്യുന്നു. അവൻ മുറിവിലേക്ക് നോക്കി, രക്തത്തിലേക്ക് നോക്കി. ആ മുറിവിലേക്ക് നോക്കി അവൻ കരഞ്ഞില്ല. മുറിവിലേക്ക് നോക്കി അവൻ മുറുമുറുത്തില്ല. മുറിവിലേക്ക് നോക്കി, രക്തത്തിലേക്ക് നോക്കിയപ്പോൾ ആ രക്തത്തിൻ്റെ അകത്തുള്ള മണവാട്ടി സഭയെ അവൻ കണ്ടു. എൻ്റെ മുമ്പിൽ ഉള്ള സന്തോഷം നമ്മളാണെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന സന്തോഷം അവനാണ്. ലോകത്തിലെ ഒരു ശ്രേഷ്ഠന്മാരോ ഉന്നതന്മാരോ ബിരുദന്മാരോ പ്രബല ശക്തികളോ രാഷ്ട്രങ്ങളോ നേതാക്കന്മാരോ ഒന്നുമല്ല, ആരുമില്ല, ഒരുത്തനുമില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ഇനി എൻ്റെ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ ട്രംപ് വരുമെന്നോ മറ്റൊന്നോ അതിനെ വരുമെന്നോ അവനവൻ്റെ രക്ഷ അവനവൻ അങ്കലാപ്പി നിൽക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ ന്യൂനപക്ഷമാണെങ്കിലും അവർക്ക് രക്ഷ അവരുടെ ഉള്ളത്തിനകത്ത് വ്യാപരിക്കുന്ന, മർത്യമായ ശരീരത്തിൽ വ്യാപരിക്കുന്ന അമർത്യമായ നിത്യമായ മരണത്തെ ജയിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തി, അവരെ താഴ്ചയുള്ള ശരീരം, താഴ്ചയുള്ള ചിന്തകൾ, താഴ്ചയുള്ള ഭയം, താഴ്ചയുള്ള നിരാശകൾ, താഴ്ചയുള്ള ഏകാന്തത, ഒറ്റപ്പെടലുകൾ, അതിനെയൊക്കെ മാറ്റി മഹത്വമുള്ള ആ ദൈവത്തിൻ്റെ തികഞ്ഞ അധികാരത്തോടും തേജസ്സോടും ഭാവത്തോടും കൂടെ ഏകീഭവിക്കപ്പെടുമ്പോൾ ആ ഏകീഭാവത്തിൽ അധിവസിക്കുന്ന ഒരു ഭക്തനെ തൊടുവാൻ, അവനെ ഭയപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. കൂടിപ്പോയ മരണത്തെ കാട്ടി ഭയപ്പെടുത്താം, മരണഭയത്തെ വെച്ച് ഭയപ്പെടുത്താം. അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമയായി അതിജീവിച്ച ഒരുവനാണ് എങ്കിൽ നീ ന്യൂനപക്ഷത്തിൻ്റെ കൂട്ടത്തിലായിരിക്കാം. ലോകത്തിലെ ഭൂരിപക്ഷത്തിൻ്റെ 10 മടങ്ങ് നിനക്കെതിരെ കടന്നു വന്നാലും ജയം നിന്റെ പക്കലാണ്. നീയാണ് ജയാളി. ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റം പ്രിയർ വിട്ടു മാറിയാലും മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം, മറ്റാരുമില്ല പ്രാണപ്രിയ. മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം, മറ്റാരുമില്ല പ്രാണപ്രിയ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നാളും മന്നിൽ നീ മതിയേ.